ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട് വന്നൊരു വീഡിയോ ആണ് കേട്ടോ. വലിയൊരു അബദ്ധമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. എൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ടായ ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ. എനിക്കത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു ചെറിയൊരു അശ്രദ്ധ അത് കണ്ടുണ്ടായ ഒരു വലിയൊരു പ്രോബ്ലമാണ്, വേദനിപ്പിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ നേവൽ സ്റ്റഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 1 ഇയർ ആയി, ഏകദേശം 1 ഇയർ കഴിഞ്ഞു ഞാൻ നേവൽ സ്റ്റഡ് ചെയ്തിട്ട്. അപ്പം അത് ബേസ് ചെയ്തിട്ട്, കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ റീസെന്റ് ആയിട്ട് നേവൽ സ്റ്റഡ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം പെയിൻ ഉണ്ടായിരുന്നു, ചില ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറെ നാളായിട്ട് പെയിൻ ഒന്നുമില്ല, ഓക്കെയാണ്, ഒരു കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ഓക്കെ ആയിരുന്നു ഞാൻ. അപ്പം അതിന്റെ ഒരു കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്റ്റഡിന്റെ സ്റ്റോൺ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ആ സ്റ്റോൺ അങ്ങ് പോയി കേട്ടോ. ആ സ്റ്റോൺ അങ്ങ് പോയപ്പോഴത്തേക്ക് അതിന്റെ ഒരു ഭംഗി അങ്ങ് പോയി, ഒരു തിളക്കവും പേക്കവും ഇതെല്ലാം അങ്ങ് പോയി. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ മാറ്റാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് അതിന്റെ മേളിലത്തെ ഒരു നട്ടുണ്ട്, അപ്പൊ അതും അങ്ങ് പോയപ്പോഴത്തേക്ക് മൊത്തത്തിലൊരു വൃത്തികെട്ട ഒരു ഇതായിപ്പോയി കേട്ടോ. അതൊരു കാണാൻ തന്നെ ഒരു ഭംഗിയില്ലാതായിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കൊരു പുതിയൊരു നേവൽ സ്റ്റഡ് ചെയ്യാം, വാങ്ങാം, നേവൽ സ്റ്റഡ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൺലൈനിൽ, അതായത് ഫ്ലിപ്കാർട്ടിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള ഒരു നേവൽ സ്റ്റഡ് വാങ്ങിയത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് സൈറ്റ് ലവ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാനൊരു അടിപൊളി ഒരു ക്യൂട്ട് സ്റ്റഡ് വാങ്ങി. അതിന്റെ പിക്കാണ് ഇത്. അപ്പൊ ഞാൻ അത് ഓർഡർ ചെയ്തിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് കാത്തിരുന്ന ഒരു സ്റ്റഡാണ് കേട്ടോ. അപ്പം ഇത് മാറ്റിയിട്ട് ഉടനെ എനിക്കത് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് ഓർഡർ ചെയ്തിട്ട് വന്നു. ഒരു 1 വീക്ക് ആയപ്പോഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പഴയത് തന്നെയായിരുന്നു ഇട്ടുന്നത്. അത് പെട്ടെന്ന് റിമൂവ് ചെയ്ത് ഇത് കണ്ട എൻ്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ ഇത് എടുത്ത് അപ്പൊ തന്നെ എടുത്ത് ഫിക്സ് ചെയ്തു കേട്ടോ. ഫിക്സ് ചെയ്ത് ഓക്കെ, അന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു ഒക്കെ. എന്നിട്ട് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു പറ്റി, നല്ലൊരു അത്യാവശ്യം പെയിൻ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വെച്ചു പുതിയൊരു സാധനം മാറി, അല്ല പഴയൊരു സാധനം മാറി പുതിയതിലേക്ക് എത്തിയപ്പോഴത്തേക്കുള്ള പെയിൻ ആവും എന്ന് വിചാരിച്ചു. അപ്പം സമയം കഴിയും തോറും അത് അത്യാവശ്യം സ്വെല്ലിംഗ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അത്യാവശ്യം നല്ല പെയിന്, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ട്, എനിക്ക് ചരിഞ്ഞ് കിടക്കാൻ ബുദ്ധിമുട്ട്, എനിക്ക് കുനിയാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട്, അങ്ങനെ വല്ലാത്തൊരു രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ തുടങ്ങി കേട്ടോ. എൻ്റെ മൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹീലായി കഴിഞ്ഞു. ഇനി അത് നമ്മൾ കാത് കുത്തിയ മാതിരി ഹീലായി കഴിഞ്ഞുല്ലോ. അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകത്തില്ല എന്നാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതെന്താണ് പ്രശ്നം, എന്ത് പറ്റി എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. എന്താണിത്, മൊത്തത്തിൽ ഉണങ്ങിയതാണല്ലോ, പിന്നെ എന്താ പറ്റിയത്? അപ്പം അങ്ങനെ നിങ്ങൾ ആരെങ്കിലും നേവൽ സ്റ്റഡ് നിങ്ങൾ കുത്തിയിട്ട് അടുത്ത് എന്തെങ്കിലും സെക്കൻഡലി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് ഒന്ന് കാണുക. കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡലി ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറ്റിയത്, എന്താണ് ഇതിന്റെ കാരണം എന്ന് ഞാൻ പറയാട്ടോ. നോർമൽ ആണോ, ഇതിങ്ങനെ ഉണ്ടാവുന്നതാണോ, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പറഞ്ഞു വന്നത്, ഞാൻ ഇതിന് ശേഷം മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല പെയിനാട്ടോ, നല്ല പെയിനാണ്. നമ്മൾ വിചാരിക്കും അത് ഹീലായിട്ടുണ്ട്, ഒരു ഇഷ്യൂസും ഇല്ല എന്നൊക്കെയായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ നല്ല പെയിനാണ് സംഭവം. എന്ന് വെച്ചാല് നമ്മുടെ ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, നമ്മൾ വാങ്ങുന്ന മെറ്റീരിയൽ സർജിക്കൽ സ്റ്റീൽ ആയിരിക്കണം, അല്ലെങ്കിൽ ടൈറ്റാനിയത്തിന്റെ മെറ്റീരിയൽ ആയിരിക്കണം കേട്ടോ. നമ്മൾ ഈ ലോക്കൽ നമ്മളെ മെറ്റീരിയൽ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുമ്പോഴത്തേക്കാണ് ഇത്രയും ഇഷ്യൂ ഉണ്ടാവുന്നത്. ഞാൻ വാങ്ങിയ എന്തിന്റെ മെറ്റീരിയൽ ആണ് എന്ന് എനിക്ക് അറിയില്ല. ഞാൻ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങുന്നതാണല്ലോ, ഏകദേശം ഒരു 500 സംതിങ് ഉണ്ട് എൻ്റെ റേറ്റ്. നമ്മൾ ഇടുന്ന സ്റ്റഡ് ടൈറ്റ് ആയാൽ, ഭയങ്കരമായിട്ട് ടൈറ്റ് ആയാൽ അത് നല്ല ഇറിറ്റേഷൻ ഉണ്ടാക്കും കേട്ടോ. എനിക്ക് പറ്റിയ അബദ്ധം എന്താന്ന് വെച്ചാൽ, ഞാൻ ആ സ്റ്റഡ് കണ്ട എൻ്റെ എക്സൈറ്റ്മെന്റ് കാരണം ക്ലീൻ പോലും ചെയ്യാണ്ട് എൻ്റെ കയ്യിൽ കിടന്നത് ഊരി മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ അതൊന്നും ജസ്റ്റ് വാഷ് പോലും ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ ഞാനത് ഇടുകയായിരുന്നു കേട്ടോ ചെയ്തത്. അതാണ് എനിക്ക് പറ്റിയ മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക്, അതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് സലൈൻ വാട്ടറിലൊക്കെ ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതിയായിരുന്നു. എനിക്കത് പറ്റിയ അബദ്ധമാണ് കേട്ടോ. അതൊന്നും വരെ ഭയങ്കരമായിട്ട് അലർജീസ് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്, ഇൻഫെക്ഷൻസ് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. എനിക്കത്
വന്നതിന് ശേഷമാണ് എനിക്ക് ഞാനത് അറിഞ്ഞത് കേട്ടോ സത്യത്തില്. പിന്നെ പറയാനാണെങ്കിൽ സ്ലൈറ്റ് ആയിട്ടുള്ള പെയിന് നമുക്ക് നോർമലാണ്. നമ്മളിപ്പോ കാതില് കമ്മലിടുമ്പോഴത്തേക്കും ചില സമയത്ത് നമുക്ക് സ്ലൈറ്റ് ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും, അത് നോർമലാണ്. പക്ഷെ അത് സിവിയർ ആയിട്ട് എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം കേട്ടോ. അത് ഉറപ്പായിട്ടും നിങ്ങൾ ഡോക്ടറെ പോയിട്ട് കാണേണ്ടതാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ള മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് തോന്നും മുറിവ് ഹീലായിട്ടുണ്ട്, ഹീലായിട്ടുണ്ട് എന്ന്. പക്ഷേ അങ്ങനെ ആവത്തില്ല. നമുക്ക് അതിന്റെ ഇൻസൈഡ് ടിഷ്യൂസ് വരുമ്പോഴത്തേക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, അത് ഹീലാവത്തുണ്ടാവത്തില്ല. അതുകൊണ്ട് നമ്മൾ ഹറി ചെയ്യരുത്. നമ്മൾ എടുപിടി എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നമ്മുടെ ബ്യൂട്ടി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സേഫ്റ്റിയും അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാനും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളെ പിയേഴ്സിങ് ചെയ്ത അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ടെമ്പറായിട്ട് ബൾജ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ പിന്നെ അത് സലൈൻ വാട്ടറൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് ഹീൽ ചെയ്ത് ഞാനത് ഊരി മാറ്റി, ഒരു തവണ ഊരി മാറ്റിയതിന് ശേഷം അത് വല്ലാത്ത എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഊരി മാറ്റിയാൽ വീണ്ടും നിനക്ക് അത് ഇടുമ്പോഴത്തേക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും എടുത്തിട്ടു. എനിക്ക് പല പൊസിഷനിൽ നമുക്ക് സാരി ഉടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട്, എനിക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ ഇടുമ്പോഴത്തേക്ക് നെക്സ്റ്റിൽ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്യുക, നന്നായിട്ട് ക്ലീൻ ചെയ്ത് പ്രോപ്പർ ക്ലീൻ മസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഹെൽത്ത് വൈസ് ആക്കുമ്പോഴത്തേക്ക് പ്രോപ്പർ ക്ലീൻ അത് എപ്പോഴും മസ്റ്റ് ആണ്. ഇൻസ്റ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ കൂടുതൽ ഫോഴ്സ് ചെയ്യാണ്ടിരിക്കുക, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കൂടുതൽ ഫോഴ്സ് ചെയ്യാണ്ട് ചെയ്യുക കേട്ടോ. നമ്മളെ ട്രെൻഡ് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നമ്മുടെ ബോഡിയും അതനുസരിച്ചിട്ട് അക്സെപ്റ്റബിൾ ആണോ എന്നും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം കൂടിയിട്ട് ഞാനൊരു പാഠം പഠിച്ചതെന്ന് വെച്ചാൽ, ബ്യൂട്ടി ഈസ് കോൺഫിഡൻസ് ബട്ട് സേഫ്റ്റി ഈസ് പവർ. അതാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയ. സേഫ്റ്റി അതാണ് മെയിൻ ആയിട്ടുള്ളത്. ബ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അത് എപ്പോഴും നമുക്കൊരു പവർ തന്നെയാണ്. ബട്ട് സേഫ്റ്റി അതിനെക്കാളും വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചെറിയ സാധനമല്ലേ, ഒരു ചെറിയ സ്റ്റഡല്ലേ എന്ന് കരുതി എടുത്തു ചാടിയ ഒരു തീരുമാനം എന്ന് പറയുന്നത് തോട്ട് ബി റെസ്പെക്ട് മൈ ബോഡി കേട്ടോ. എൻ്റെ ബോഡിയെ കുറച്ചുകൂടി റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പഠിപ്പിച്ചു. കുറച്ചുകൂടി ഞാൻ എൻ്റെ ബോഡിയെ മനസ്സിലാക്കിയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആരെങ്കിലും ഫസ്റ്റ് സ്റ്റഡ് മാറ്റി അടുത്ത സ്റ്റഡ് എന്തെങ്കിലും നിങ്ങൾ റിമൂവ് ചെയ്ത് ഫസ്റ്റ് സ്റ്റഡ് റിമൂവ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റഡ് ഇടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ട് ചെയ്ത് നോക്കിയതിന് ശേഷം വേണ്ടി മാത്രം നിങ്ങൾ സ്റ്റഡ് റിമൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. അപ്പം ഇപ്പൊ എൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹീലായി വരുന്നുണ്ട്. ഇതിലൊക്കെ എടുക്കുന്നതിനോ ചരിഞ്ഞ് കിടക്കുന്നതിനോ വലിയ പ്രശ്നമില്ല, അത് ഹീലായിട്ട് വരുന്നുണ്ട്. പ്രോപ്പർ സേഫ്റ്റി എടുക്കുക, പ്രോപ്പറായിട്ട് ഒന്ന് നമ്മുടെ കറക്റ്റ് റൊട്ടീൻ ഫോളോ ചെയ്യുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ തന്നെ എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് ക്യൂർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളാണ്, ഞാൻ എടുത്ത് ചാടിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം നിങ്ങളും ഇതുപോലെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആരെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ അവർക്ക് കൂട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് സെക്ഷനിൽ പറയുക കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കും. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ലവ് യു.